ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു iStudio ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കനോണിൻ്റെ പുതിയ ഒരു അനൗൺസ്മെൻ്റാണ്. അതായത് കനോൺ ഇന്ന് 6D Mark II എന്ന് പറയുന്ന ക്യാമറ അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ പുതിയ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറയും നമ്മുടെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന കനോൺ 6Dയുമായി എങ്ങനെ കമ്പയർ ചെയ്യും, അതുപോലെ തന്നെ 5D Mark IVമായി എങ്ങനെ കമ്പയർ ചെയ്യും എന്നും ഈ വീഡിയോയിൽ നോക്കാം. ആക്ച്വലി ഈ ക്യാമറ 5D Mark IVനെക്കാട്ടും കുറച്ച് താന്ന ഒരു ക്യാമറ എന്ന് പറയാം. അതുകൊണ്ട് മെയിനായിട്ടൊരു കമ്പാരിസൺ വരുന്നത് 5D Mark IVമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഈ ക്യാമറ ഒരു 26.2 മെഗാ പിക്സൽ ക്യാമറയാണ്. ഈ ക്യാമറയിലെ പ്രൊസസ്സർ പുതിയ കനോൺ പ്രൊസസ്സറായ ഡിജിക് 7 പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്യാമറയുടെ വേറൊരു സവിശേഷത, ഇതിന് 45 ക്രോസ് ടൈപ്പ് ഫോക്കസിങ് പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ 6Dക്കാണെങ്കിൽ 11 ക്രോസ് ടൈപ്പ് ഫോക്കസിങ് പോയിൻറ്റ്സ് ആണ് ഉള്ളത്. ഈ ക്യാമറയുടെ വേറൊരു പ്രത്യേകത, ഡ്യുവൽ പിക്സൽ CMOS AF ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റമുള്ള ക്യാമറയാണ്. അതായത് വീഡിയോഗ്രഫിക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോളോ ഫോക്കസ് ഉള്ള ക്യാമറയാണ്. 6Dക്ക് അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ, ഒരു ഫീച്ചർ ഇല്ല. അല്ലാതെ ഈ ഒരു ഫീച്ചർ കാണുന്നത് കനോണിൻ്റെ 5D Mark IVലും 70D 80D മുതലായ ക്യാമറകളിലാണ്. അപ്പോൾ 6Dക്ക് ഇല്ലാത്ത വേറൊരു ഫീച്ചർ ഇതാണ്. പിന്നെ ബസ് മോഡിൽ ഈ ക്യാമറയ്ക്ക് 6.5 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്യാമറ വെതർ സീൽഡാണ്. പിന്നെ വേറൊരു സവിശേഷത, ഈ ക്യാമറയുടെ LCD വേരിയബിൾ ആംഗിൾ LCD സ്ക്രീനാണ്. അതായത് നമുക്ക് ഈ LCD സ്ക്രീൻ ഫിക്സഡ് അല്ല. നമുക്ക് ഒരു 6Dയിലോ 80Dയിൽ അല്ലെങ്കിൽ 80Dയിൽ ചെയ്യാൻ കഴിയുന്നത് പോലെ നമുക്ക് പല ആംഗിളിൽ LCD തിരിച്ചു വെച്ച് ഷൂട്ട് ചെയ്യാം. വീഡിയോഗ്രാഫറിന് വളരെ യൂസ്ഫുള്ളായി വരുന്ന ഒരു ക്യാമറയാണിത്. ഈ വേരിയബിൾ LCD സ്ക്രീൻ നമുക്ക് 5D Mark IVലും ഇല്ല, അതുപോലെ തന്നെ 6Dയിലും നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ബോഡിയും കനോൺ 6Dയുടെ ബോഡിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പുതിയ ഡിസൈനാണ് ഈ ക്യാമറ ബോഡിക്ക് കനോൺ കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയാനുള്ള സവിശേഷതകൾ, ബിൽറ്റ് ഇൻ വൈഫൈ, NFC, ബ്ലൂടൂത്ത്, GPS മുതലായ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു ക്യാമറയാണ് കനോൺ 6D Mark II. ഓക്കെ, നമുക്കിനി ഈ ക്യാമറയുടെ US പ്രൈസ് നോക്കാം. അതായത് നമുക്ക് കനോൺ ഇന്ത്യ വെബ്സൈറ്റിൽ ഇതുവരെ ഈ ക്യാമറയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ആക്ച്വലി പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല, പ്രോഡക്റ്റ് അനൗൺസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കനോൺ ഇന്ന് US ടൈം 7 PM പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അത് ലൈവായിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കാണാൻ കഴിയും. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ ഇടുന്നതായിരിക്കും, ലൈവ് ലോഞ്ച് ഇവൻറ്റിൻ്റെ. നമുക്ക് അനൗൺസ്മെൻറ്റിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് ഇത്. ഇനി നമുക്ക് ബോഡിക്കുള്ള പ്രൈസ് US പ്രൈസാണ്. അതായത് ബോഡി ഒള്ളി മാത്രമാണ്, കനോൺ 60D ബോഡി ഒള്ളി ആണ് നമ്മൾ വാങ്ങുന്നെങ്കിൽ $1999 വില. അതായത് ഏകദേശം 1,32,000 ഇന്ത്യൻ റുപ്പീസ്. അതുപോലെ തന്നെ 24-105 f3.5 to 5.6 ലെൻസാണ് നമ്മളിതിൻ്റെ കൂടെ കിറ്റ് ലെൻസായിട്ട് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ വില $2,599 ആണ്. അതായത് 1,72,000 ഇന്ത്യൻ റുപ്പീസ് ലെൻസ് കൂട്ടി. പിന്നെ വേറൊരു കിറ്റ് ലെൻസ് ഓപ്ഷൻ ഉള്ളത് 24-105 f4 USM ലെൻസാണ്. അപ്പോൾ ഈ ലെൻസാണ് നമ്മൾ വാങ്ങുന്നെങ്കിൽ $3,099 ഈ ക്യാമറയുടെ വില. അതായത് ഇന്ത്യൻ റുപ്പീസ് 2,05,000 രൂപ. നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് കനോൺ 6D Mark II എങ്ങനെ നമുക്ക് 5D Mark IVമായും 6Dയുമായി കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പം നിലവിലുള്ള 6Dയും 6D Mark IIവും അതുപോലെ 5D Mark IVമായി എങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ LCD സ്ക്രീൻ തന്നെ നമുക്ക് ആദ്യം പറയാം. വേരി ആംഗിൾ LCD സ്ക്രീൻ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അത് 6D Mark IIലാണ് കനോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് 5D Mark IVലും അതുപോലെ തന്നെ 6Dയിലും വേരി ആംഗിൾ LCD സ്ക്രീൻ ഇല്ല. അതുപോലെ ഈ LCD സ്ക്രീൻ ഒരു ടച്ച് സ്ക്രീൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു 5D Mark IVൽ ടച്ച് സ്ക്രീൻ അല്ല, അതുപോലെ തന്നെ 6Dയിലാണെങ്കിലും അതൊരു ടച്ച് സ്ക്രീൻ അല്ല. നമുക്ക് ഇങ്ങനെ ഒരു ടച്ച് സ്ക്രീൻ വേരി ആംഗിൾ കിട്ടുന്നത് 80D 70D മുതലായ ക്യാമറകളിലാണ്. പക്ഷേ ഈ ക്യാമറകൾ ഫുൾ ഫ്രെയിം അല്ല. ഇത് ആദ്യത്തെ ഫുൾ ഫ്രെയിം വേരി ആംഗിൾ ടച്ച് സ്ക്രീൻ LCD ഉള്ള കനോൺ ക്യാമറയാണ്. അതുപോലെ നമുക്ക് വ്യൂ ഫൈൻഡർ കമ്പയർ ചെയ്താൽ വലിയ വ്യത്യാസങ്ങളില്ല. എല്ലാം പെൻറ്റാപ്രിസം വ്യൂ ഫൈൻഡറുകളാണ്. കവറേജ് 98% ആണ് കവറേജ്. അതായത് ചില വെബ്സൈറ്റുകളിലെ സ്പെസിഫിക്കേഷനുകളിൽ 100% കവറേജ് ഒന്നും കാണാൻ കഴിഞ്ഞു. സോ
ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ 100 ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ദിവസങ്ങളിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും 100% കവറേജ് ഉണ്ടോ, അതുപോലെ 98% കവറേജ് ഉണ്ടോ എന്ന്. ഓക്കെ, അത് ഈ 3 ക്യാമറകളുടെയും വ്യൂ ഫൈൻഡറിൻ്റെ കവറേജ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നീടുള്ളത് സെൻസറിൻ്റെ മെഗാ പിക്സലിലുള്ള വ്യത്യാസമാണ്. 6D Mark IIൽ നമുക്ക് കിട്ടുന്നത് 26.2 മെഗാ പിക്സൽസ് ആണ് കിട്ടുന്നത്. നമുക്ക് 5D Mark IVലാണെങ്കിൽ 30 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇപ്പോൾ നിലവിലുള്ള 6Dയിൽ 20.2 മെഗാ പിക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 6Dയും 6D Mark IIയും തമ്മിൽ ഒരു 20.2ഉം 26.2ഉം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നീട് പ്രൊസസ്സറിൻ്റെ വ്യത്യാസം 5D Mark IVൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ തന്നെയാണ് 6D Mark IIലും യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിജിക് 7 പ്രൊസസ്സർ. നമ്മുടെ നോർമൽ 6Dയിലാണെങ്കിൽ ഡിജിക് 5+ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5D Mark IVൽ ഉള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് 6D Mark IIലില്ല. അതായത് ഡ്യുവൽ പിക്സൽ റോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ 5D Mark IVലുണ്ട്. ഈ ഫീച്ചർ മീൻസ് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷേ ഈ ഫീച്ചർ ഹെൽപ്ഫുൾ ആകുന്നത് പോസ്റ്റ് പ്രോസസ്സിങ്ങിലാണ്. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഒരു ഫോക്കസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ ഫോക്കസ് കറക്റ്റ് ആക്കാൻ സാധിക്കും ഈ 5D Mark IVൻ്റെ ഫീച്ചർ വെച്ച്. ഈ ഫീച്ചർ നമുക്ക് 6D Mark IIലും അതുപോലെ തന്നെ നിലവിലുള്ള 6Dയിലും അവൈലബിൾ അല്ല. പിന്നീട് AF പോയിൻറ്റ്സ് മുമ്പ് പറഞ്ഞ പോലെ 45 ക്രോസ് ടൈപ്പ് AF പോയിൻറ്റ്സ് 6D Mark IIനും 61 പോയിൻറ്റ് AF 5D Mark IVനും 11 പോയിൻറ്റ് ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് 6D നിലവിലുള്ള 6D ക്യാമറയ്ക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്യാമറയുടെ ആഡഡ് അഡ്വാൻറ്റേജ് കൂടുതലും DSLR വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളുകൾക്കായിരിക്കും യൂസ്ഫുൾ. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഈ ക്യാമറ 1080p അതായത് ഫുൾ HD-യിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു നോർമൽ സ്ലോ മോഷൻ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 6Dയിലാണെങ്കിൽ നമുക്ക് 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. സ്ലോ മോഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സോഫ്റ്റ്വെയർ വഴി സ്ലോ മോഷൻ ചെയ്യാം, പക്ഷേ ഈ ഒരു 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്തിട്ട് സ്ലോ മോഷൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് സോഫ്റ്റ്വെയറിൽ സ്ലോ മോഷൻ ചെയ്താൽ കിട്ടില്ല. 5D Mark IVൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് 5D Mark IV നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 720pയിലാണെങ്കിൽ 5D Mark IVൽ നമുക്ക് അൾട്രാ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് 120 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള സ്ലോ മോഷൻ ഫുട്ടേജ് നമുക്ക് 5D Mark IVൽ നിന്നും കിട്ടും. അപ്പോൾ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതാണ് വ്യത്യാസങ്ങൾ അറിയാൻ കഴിയുന്നത്. പിന്നെ 5D Mark IVൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അതിന് ഹെഡ്ഫോൺ ജാക്കും അതുപോലെ തന്നെ 3.5mm മൈക്കിനുള്ള ജാക്കുമുണ്ട്. ഈ ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് 6D Mark IIലും ഇല്ല, നിലവിലുള്ള 6D ക്യാമറയിലും ഇല്ല. നമുക്ക് വില നോക്കിയാൽ 6D Mark IV ഏകദേശം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ $2000 വില. 5D Mark IVന് 3400 അപ്രോക്സിമേറ്റ്ലി $3400 വില. 5D Mark IVൻ്റെ ഏകദേശം 30-35% വിലക്കുറവുള്ള ഒരു ക്യാമറയാണ് 6D Mark II. നിലവിലുള്ള 6Dയെക്കാട്ടും എന്തായാലും വില കൂടുതലാണ് ഈ ക്യാമറയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ക്യാമറകളും തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ തന്നെ 6D Mark II എന്ന് പറയുന്ന ഒരു ക്യാമറയുടെ ലോഞ്ച് എന്നിവയെക്കുറിച്ചുള്ള വിവരം തന്നു കഴിഞ്ഞു. നമുക്ക് ഫ്യൂച്ചറിൽ ഈ ക്യാമറകളിലേക്ക് കൂടുതൽ നോക്കാം. കഴിയുമെങ്കിൽ ലൈവ് ലോഞ്ച് ഈവൻറ്റ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ പറ്റുവാണെങ്കിൽ ഒരു ലൈവ് ഫൂട്ടേജ് എനിക്ക് യൂട്യൂബിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ കനോൺ ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് 6D Mark II മാത്രമല്ല 200D എന്ന് പറയുന്ന ഒരു ക്യാമറയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനുമായി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആദ്യമായി iStudio ഓൺലൈൻ്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന അലാം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നിങ്ങൾ എപ്പോഴെല്ലാം യൂട്യൂബ് ഓൺ ചെയ്യുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.